ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ അപ്പം നോറയും അതുപോലെ തന്നെ ജാസ്മിനുമായിട്ടാണ് വഴക്ക് നടക്കുന്നത്. ജാസ്മിൻ നോറയോട് പറയുന്നത് എന്നെയും ഗബ്രീനെയും പറ്റി നീ അവിടെ ഇവിടെയൊക്കെ പോയി പറയുന്നില്ലേ, ഇത്ര നാൾ ഞാനത് ഇഗ്നോർ ചെയ്തു, ഇനി ഞാനത് ഇഗ്നോർ ചെയ്യില്ല എന്നുള്ളതാണ്. റസ്മിൻ അപ്പം നോറേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അവള് വിഷമങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും നിന്നെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് റസ്മിന്റെ ചിരി കണ്ടാൽ മതിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഇവിടെയുള്ള നിന്നെ നുണപറച്ചിലും കാര്യങ്ങളും ഒക്കെ നിർത്താനാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ നോറയോട് പറയുന്നത്. അപ്പൊ നോറ പറയുന്നുണ്ട് നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല എന്നുള്ളത്. റസ്മിൻ ജാസ്മിനുമായിട്ടും അതുപോലെ തന്നെ നോറയുമായിട്ടും ഒരുപോലെ കൂട്ടുള്ള ആളാണ്. നോറ കരയുമ്പോൾ തന്നെ റസ്മിനാണ് എപ്പോഴും ഓടിപ്പോയി ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളും നോറയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് റസ്മിൻ. അവിടെ ഈ കാര്യത്തിലും റസ്മിൻ നോറയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവൾ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലൊന്നും നോറയെ പറയുന്നില്ല. നോറയും ജാസ്മിനും വന്ന ദിവസങ്ങളിൽ ആദ്യം കുറച്ച് കൂട്ടായിരുന്നെങ്കിലും പിന്നെ ഫുള്ള് വഴക്കാണ്. ജാസ്മിൻ നോറ ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞതിൽ പിന്നെ നോറയും ജാസ്മിനും അടിപിടി തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പൊ അവരധികം മിണ്ടാറൊന്നുമില്ല. നോറ ഓരോ ഗ്രൂപ്പിലിരിക്കുമ്പോഴും ജാസ്മിനെ പറ്റി കുറ്റമൊക്കെ പറയാറുണ്ട്. ജാൻമോണിക്ക് നോറേനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പൊ നോറയുടെ കാര്യങ്ങൾ ചിലപ്പോൾ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തത് ജാൻമോണി തന്നെയായിരിക്കാം. ജാസ്മിൻ അവിടെ ജാൻമോണിയോട് അത് ചോദിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റസ്മിൻ പിന്നെ എല്ലാത്തിനും നോറേനെ ഭയങ്കര സപ്പോർട്ടാണ്. ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിൻ നോറ ജാസ്മിൻ ഒക്കെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. റസ്മിനും നോറയും തമ്മിലുള്ള സപ്പോർട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെയാണോ എന്നും സംശയമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവരൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്?